ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒത്തിരി പിമ്പിൾസ് വരുന്നുണ്ട്, കുഞ്ഞു പിമ്പിൾ വരും, നെറ്റി നിറച്ചും പിമ്പിൾ വന്ന മാർക്കായിട്ട് മുഖം നിറച്ചും പിമ്പിൾ വന്ന മാർക്കാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫെയർനെസ് ക്രീം പറഞ്ഞു തരാമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു ആൻസറാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ജെല്ലാണ്, ക്രീമോ കാര്യങ്ങളോ ഒന്നല്ല, പക്ക ഒരു ജെല്ലാണ്. ക്ലിൻമിസ്കിൻ ഇതാണ് ഈ ജെല്ലിൻ്റെ പേര്. ഇത് എല്ലാ ഡോക്ടർമാരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ജെല്ലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി ഡോക്ടറിനെ കണ്ടിട്ട് മുഖക്കുരു എന്ന പാടുകളുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ മുഖം നിറച്ചുകൊണ്ടെന്ന് പോയാൽ പോലും അവർ നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു ജെൽ തന്നെയായിരിക്കും. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. 138 രൂപയാണ് 20 ഗ്രാമിന് വരുന്നത്, ട്യൂബ് വരുന്നത്. ഇത് ഓയിൽമെൻറ്റിന് ഞങ്ങൾ നൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മുഖവും കൈയും നന്നായിട്ട് വാഷ് ചെയ്യുക. നന്നായിട്ട് ഉണങ്ങി, അതിന് കൈ നന്നായിട്ട് ഉണങ്ങണം, മുഖം നന്നായിട്ട് ഉണങ്ങണം. അതിനുശേഷം അല്പം ഫിംഗർ ടിപ്പിലെടുത്തിട്ട് എവിടെയാണോ മുഖക്കുരു ഉള്ളത്, അല്ലെങ്കിൽ മുഖക്കുരു വന്ന കറുത്ത പാട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത്, അവിടെ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുരട്ടുക. അതിനുശേഷം കൈ നന്നായിട്ട് കഴുകിയിട്ട് വേണം കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ നോർമൽ വാട്ടറിൽ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാൻ സാധിക്കും. ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. അതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഞങ്ങൾക്ക് പിമ്പിൾസ് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ മൈക്രോ ഓർഗാനിസം ഉണ്ട്. അതിൻ്റെ ഞങ്ങളുടെ ഫേസിലൊക്കെ മൈക്രോ ഓർഗാനിസം ഉണ്ട്. അതിൻ്റെ ഗ്രോത്തിനെ അത് കൺട്രോൾ ചെയ്യും. അത് ഗ്രോത്ത് വരാതിരിക്കാണ്ട് കൺട്രോൾ ചെയ്യും ഈ ഒരു ജെല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് പിമ്പിൾസ് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കും. കാരണം ഈ മൈക്രോ ഓർഗാനിസമാണ് പിന്നീട് പിമ്പിൾസ് വരാനായിട്ട് കാരണമാകുന്നത്. പിന്നെ ഇത് എഫക്റ്റഡ് ഏരിയയിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മുഖത്ത് ഫുള്ളും പിമ്പിൾ ഉണ്ടെന്നിട്ട് മുഖത്ത് ഫുള്ളും യൂസ് ചെയ്യേണ്ട, ആ ഭാഗങ്ങളിൽ മാത്രം യൂസ് ചെയ്താൽ മതിയാകും. 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിൻഡാമൈസിനും അതുപോലെ തന്നെ നിക്കോടൈനാമിഡ്, ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഈ ക്ലിൻമിസ്കിൻ ജെല്ലെന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി യൂസ് ചെയ്യണ സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ക്രീംസും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇത് യൂസ് ചെയ്യണ സമയത്ത് ഒരുപാട് പേരുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് മുഖം തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ഫെയർനെസ് ക്രീമൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതും തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മുഖക്കുരുവും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം മാത്രം വീണ്ടും ക്രീമും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. രാത്രി ഫുള്ളും ഇതിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് വേണം രാവിലെ കഴുകി കളയാനായിട്ട്. പിന്നെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽമെൻറ്റ്. അതും ഇതുപോലെ തന്നെയാണ്. പക്ഷേ ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ വെച്ചാൽ പിമ്പിൾസിനെ കില്ല് ചെയ്യുക, പിമ്പിൾസിനെ ഇല്ലാതാക്കി കളയുക എന്നാണ് അതിൻ്റെ ഫംഗ്ഷൻ. അത് ഈ മാർക്സൊക്കെ മാറ്റുവാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിമ്പിൾസ് ആണ് മെയിനായിട്ട് മാറ്റാം. അപ്പോൾ പിമ്പിൾസ് മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് അടങ്ങിയ ഓയിൽമെൻറ്റ് യൂസ് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ എന്തൊക്കെ ഓയിൽമെൻറ്റ് യൂസ് ചെയ്താൽ നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഡോക്ടർ പോയാൽ ഈ ഓയിൽമെൻറ്റ് തരത്തുള്ളൂ, പക്ഷേ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ എന്തും ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, ഇത് യൂസ് ചെയ്തിട്ട് രാത്രി യൂസ് ചെയ്യുമ്പോൾ രാവിലെ നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ്, പിമ്പിൾസ് കാര്യങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ.